ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ ആകെ ഒരു പാരാമീറ്ററേ ഉള്ളൂ, നിങ്ങൾക്കറിയാം, ലാംഡ. എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിന്റെ വാല്യൂസ് 0, 1, 2 എക്സെട്ര. ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ലാംഡ എന്ന അൺനോൺ പാരാമീറ്റർ മാത്രമാണ് ഇവിടുന്ന് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തിയറട്ടിക്കലി ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് എഫ് വാല്യൂസും ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സും എഫും രണ്ട് കോളമായിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ലാംഡ നമുക്കറിയാം പൊസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് ലാംഡ. അപ്പോൾ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് മീൻ കണ്ടുപിടിക്കുകയാണ്. മീൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ. അപ്പോൾ നമ്മൾ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണം, എക്സ് എഫ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എഫ്. എക്സും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കോളത്തിൽ എഴുതുന്നു, അതിൻ്റെ സം കണ്ടുപിടിക്കുന്നു, അതിനെ എഫിൻ്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പം ലാംഡ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ തിയറട്ടിക്കലി കണ്ടുപിടിക്കുന്നത് ലാംഡയുടെ വാല്യൂ ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. പക്ഷേ എക്സലിൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പൊസോൺ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പൊസോൺ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ, ഫ്രീക്വൻസീസിന്റെ സം. സിഗ്മ എഫ് ഐ ഇൻറ്റു എഫ് ഓഫ് എക്സ് താഴേക്ക് കണ്ടുപിടിക്കുന്നു. വീണ്ടും അവിടെയും തീർന്നില്ല, തിയറട്ടിക്കൽ ഫ്രീക്വൻസി വരെ നമ്മൾ ചെയ്യണം. തിയറട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന കോളത്തിനെ നമ്മൾ ഇൻറ്റീജേഴ്സ് ആക്കി റൗണ്ട് ചെയ്യും. അതിന് നമ്മൾ പതിവ് പോലെ റൗണ്ട് എന്ന ഫംഗ്ഷനാണ് എക്സലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് തിയറട്ടിക്കൽ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, തിയറട്ടിക്കൽ ഫ്രീക്വൻസിയുടെ സം കണ്ടുപിടിക്കുമ്പോൾ ക്യാപിറ്റൽ എൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ ഏതെങ്കിലും തിയറട്ടിക്കൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ എൻ ആക്കണം. ഓക്കെ, ഇത്രയുമാണ് ഫിറ്റിംഗ് ഓഫ് പൊസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഡേറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യേണ്ട ഡേറ്റ, എക്സും എഫും. ആക്ച്വലി എക്സ് ഇവിടെ നമ്പർ ഓഫ് മിസ്റ്റേക്സും ഫ്രീക്വൻസി അത്രയും മിസ്റ്റേക്സ് വരുന്ന പേജസുമാണ്, നമ്പർ ഓഫ് പേജസുമാണ്. അതിനെയാണ് ഞാൻ എക്സ് എന്നും എഫ് എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എക്സ് ഇൻറ്റു എഫ്. അപ്പോൾ എക്സ് എഫ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ആൻസർ വേണ്ട സെൽ കൊണ്ടുവന്ന് കഴ്സർ വയ്ക്കുക, ഈക്വൽ സൈൻ അടിക്കുക, എക്സിന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർ എഫ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു എഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ സെല്ലുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം. കറസ്പോണ്ടിങ് എക്സ് ഇൻറ്റു എഫ് എല്ലായിടത്തും കിട്ടിക്കഴിഞ്ഞു. നമുക്കിതിന്റെ സം വേണം. അപ്പോൾ ഓട്ടോ സം എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് എഫിന്റെ സം കിട്ടി, ഇനി എഫിന്റെ സം വേണം, അവിടെയും ഓട്ടോ സം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് മാറ്റി മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ അല്ലെങ്കിൽ ലാംഡ. ലാംഡയുടെ വാല്യൂ എക്സ് എഫിന്റെ സമ്മിനെ എഫിന്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. ലാംഡയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടേണ്ട ആദ്യത്തെ സെല്ലിൽ കഴ്സർ വയ്ക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ പൊസോൺ. അവിടെ എക്സിന്റെ വാല്യൂ ചോദിക്കും. എക്സിന്റെ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ, മീനിന്റെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 0.745. ക്യുമുലേറ്റീവ് എന്ന് ചോദിക്കുന്നിടത്ത് മാസ് ഫംഗ്ഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ എന്നാണുള്ളത്. അപ്പോൾ മാസ് ഫംഗ്ഷൻ ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് അവിടെ ഫോൾസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അത് നമുക്ക് ഡ്രാഗ് ചെയ്താൽ താഴത്തെ സെല്ലിലേക്ക് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ ക്യാപിറ്റൽ എൻ ഇവിടെ 200 ആണ്. അവിടെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാതെ 200 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. ആദ്യത്തെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ F5ലാണ്, സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഡ്രാഗ് ചെയ്താൽ താഴേക്ക്
വാല്യൂസ് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് എക്സും പോരാ, തിയറട്ടിക്കൽ ഫ്രീക്വൻസി നമുക്ക് വേണം. അപ്പോൾ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് എക്സിനെ റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ റൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഏത് നമ്പറിനെയാണ് റൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആ നമ്പറിന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ എത്ര ഡെസിമൽ നമ്പർ വേണം. നമുക്ക് ഡെസിമൽ നമ്പർ ഒന്നും വേണ്ട, ഇൻഡിജർ ആയിട്ടാണ് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് 0. അപ്പോൾ 95 എന്നാണ് ഫസ്റ്റ് തിയറട്ടിക്കൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത്. താഴേക്ക് ഡ്രാഗ് ചെയ്താൽ കറസ്പോണ്ടിങ് തിയറട്ടിക്കൽ ഫ്രീക്വൻസീസ് കിട്ടും. നമുക്ക് തിയറട്ടിക്കൽ ഫ്രീക്വൻസിയുടെ സം ക്യാപിറ്റൽ N തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. 200 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. തന്നിരിക്കുന്ന ഡേറ്റയുടെ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് ഫിറ്റിംഗ് ഓഫ് പോസോണിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്.